നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും വൈകുന്നേരമുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 10, 2025 വ്യാഴം. ഇന്ന് ചെറിയ നേട്ടത്തോടു കൂടിയിട്ടാണ് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആയെങ്കിൽ കൂടിയിട്ടും ഇന്ന് നമ്മുടെ മാർക്കറ്റില് ഗ്രിപ്പ് നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിച്ചത്. നിഫ്റ്റിയൊക്കെ വീക്ക്ലി എക്സ്പയറിയുടെ വോൾട്ടാലിറ്റിയുടെ ഭാഗമാകാം ഏകദേശം 180 പോയിന്റുകളുടെ ഇൻട്രാഡേ മൂവ് നടത്തുകയുണ്ടായി. 25,340 എന്ന ലെവലില് സപ്പോർട്ട് എടുക്കുകയുണ്ടായി. ഇന്ന് TCSന്റെ റിസൾട്ട് വരുന്നത് കൊണ്ട് തന്നെ IT സെക്ടറിൽ 2 ട്രേഡിംഗ് സെക്ഷനിലേറെയായി വീക്ക്നെസ് ആണ് കാണുന്നത്. അതുപോലെ ഇന്നലെ ഉണ്ടാക്കിയ നേട്ടം ഫിനാൻഷ്യൽ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിലനിർത്തുവാനും സാധിക്കുക ഉണ്ടായില്ല. തൽഫലമായിട്ട് ലീഡിംഗ് ഇൻഡസ്ട്രീസ് ആയ സെൻസെക്സും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയൊക്കെ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്ന് NSEയിൽ 1196 കമ്പനികൾ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ 1443 കമ്പനികൾ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസെക്സിന് ഇന്ന് 380 പോയിന്റുകളുടെ നഷ്ടം നേരിട്ടപ്പോൾ നിഫ്റ്റി 25,350 എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്ന് ITയും PSU ബാങ്ക്സുമാണ് മെയിൻ ഡ്രാഗേഴ്സ്. തത്സമയം മെറ്റലും റിയാലിറ്റിയും ഒഴികെ ബാക്കി വരുന്ന ഒട്ടുമിക്ക ഇൻഡസ്ട്രീസും ഇന്ന് നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇൻക്ലൂഡിംഗ് ഫാർമ, ടെലകോം, IT, PSU ബാങ്ക്, FMCG തുടങ്ങിയവ 0.5% ഇടിവ് രേഖപ്പെടുത്തി. ഇന്ന് ബോർഡർ മാർക്കറ്റ്സിലും മോശമായ പെർഫോമൻസ് ആയിരുന്നു. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പ് ഒക്കെ നഷ്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിച്ചു. ഇന്ന് നിഫ്റ്റിയില് ഭാരതി എയർടെൽ, HDFC ലൈഫ്, ഏഷ്യൻ പെയിന്റ്സ്, അപ്പോളോ ഹോസ്പിറ്റൽസ്, ശ്രീരാം ഫൈനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾ നഷ്ടം നേരിട്ടപ്പോൾ ഇൻഡസ് ഇൻഡ് ബാങ്ക്, മാരുതി സുസുക്കി, ടാറ്റ സ്റ്റീൽ, ബജാജ് ഫൈനാൻസ്, ബജാജ് ഫിൻസർവ് തുടങ്ങിയ സ്റ്റോക്കുകൾ നേട്ടം കൈവരിക്കുന്നതായിട്ട് കണ്ടു. ഇന്നും ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ ഫ്ലാറ്റായ ഒരു ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഇന്നലെ 85 രൂപ 68 പൈസയിൽ ക്ലോസ് ചെയ്തപ്പോൾ ഇന്ന് 85 രൂപ 65 പൈസയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. 3 പൈസയുടെ നഷ്ടം രേഖപ്പെടുത്തുകയുണ്ടായി. ഇന്നലത്തെ ട്രേഡിംഗ് സെക്ഷൻ വരെയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ക്യാഷ് മാർക്കറ്റിൽ നമ്മുടെ മാർക്കറ്റില് നെറ്റ് സെല്ലേഴ്സ് ആണ് ഈ മാസത്തില്. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിലെ അവരുടെ ഫ്യൂച്ചർ പൊസിഷനില് ഷോർട്ട് പൊസിഷൻ നോക്കുമ്പോൾ ചൊവ്വാഴ്ചയിൽ 70,513 കോടി രൂപയിൽ നിന്നും ബുധനാഴ്ച വന്നപ്പോൾ 75,705 കോടി രൂപയായിട്ട് ഉയർന്നതായിട്ടും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ നമ്മളൊന്ന് കോൺഷ്യസ് ആവേണ്ടതുണ്ട്. കുറച്ച് ഏറെ ട്രേഡിംഗ് സെക്ഷനിലായിട്ട് ഉണ്ടായിരുന്ന കൺസോളിഡേഷന് ശേഷം ചില ദിവസങ്ങളിൽ നേരിയ നേട്ടത്തോടും നേരിയ നഷ്ടത്തോടും കൂടി വ്യാപാരം അവസാനിപ്പിച്ചെങ്കിലും ഇന്ന് നിഫ്റ്റിയുടെ വീക്ക്ലി എക്സ്പയറി ആയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഒരു വീക്ക്നെസ് ആണ് കണ്ടത്. മാർക്കറ്റ് കുറച്ച് ഏറെ ദിവസങ്ങൾക്ക് ശേഷം വോളറ്റൈൽ ആകുന്നത് കണ്ടു. പ്രത്യേകിച്ച് ഈ ആഴ്ച ഇന്നാണ് ആദ്യമായിട്ട് മാർക്കറ്റിൽ ഒരു വോളറ്റാലിറ്റി ദൃശ്യമാകുന്നത്. ഇന്ന് വോളറ്റാലിറ്റി ദൃശ്യമായതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിന് ജീവൻ വെച്ചു എന്ന് തന്നെ പറയാം. കാരണം തിങ്കളാഴ്ചയോട് കൂടിയിട്ട് ജെയിൻ സ്ട്രീറ്റിനെ ബാൻ ചെയ്തത് മുതൽ നമ്മുടെ മാർക്കറ്റ് നിശ്ചലമായ അവസ്ഥയായിരുന്നു. പ്രത്യേകിച്ച് ട്രേഡേഴ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ബോറിംഗ് തന്നെയായിരുന്നു. വളരെ ഹ്യൂജ് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സ്റ്റാഡിൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം സമാധാനപരമായിട്ട് വലിയ ലാഭം നേടാൻ സാധിച്ച ഒരു സെക്ഷനാണ് ഈ ആഴ്ച കടന്നുപോയത്. ഇനി നാളെ മുതൽ നിഫ്റ്റിയുടെ അടുത്ത ആഴ്ചയിലേക്കുള്ള പുതിയ പൊസിഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു തുടങ്ങും. ഇന്ന് ഇന്ത്യ വിക്സിലും നേരിയൊരു ചലനം കണ്ടു. കാരണം തുടക്കത്തിലൊക്കെ പല സമയഘട്ടങ്ങളിലും ഇന്ത്യ വിക്സ് 12 എന്ന ലെവലിന് മുകളിലേക്ക് കുതിക്കുന്നതും കണ്ടു. എന്നിരുന്നാൽ കൂടിയും ക്ലോസിംഗ് ബേസിസിൽ ഇന്ന് 2% ഇടിവ് ഇന്ത്യ വിക്സിലും അനുഭവപ്പെട്ടു. ഇന്നലെ രാത്രിയിൽ ഇന്ത്യൻ സമയം 11:30 കൂടിയിട്ട് FOMC മിനിറ്റ്സ് റിലീസ് ചെയ്യുകയുണ്ടായി. അതിൽ പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്നിരുന്നാൽ കൂടിയും ഒരു വിലയിരുത്തലുണ്ടായി. പുതിയ താരിഫ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ഇൻഫ്ലേഷനുള്ള സാധ്യതകൾ കണ്ടറിയേണ്ടത് തന്നെയായിട്ട് ഇരിക്കുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റും ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇന്നലെ NVIDIAയിൽ ഉണ്ടായ റാലിയും അതുപോലെ തന്നെ ഫെഡ് മിനിറ്റ്സിന്റെ ഭാഗമായി വന്ന ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനെ കുറിച്ചുള്ള പ്രത്യാശയിലുള്ള വർധനവൊക്കെയാണ് ഇന്നലെ US മാർക്കറ്റും നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിച്ചത്. അതുകൂടാതെ ട്രംപ് 8 രാജ്യങ്ങൾ കൂടി അഡീഷണൽ താരിഫിന്റെ കത്തുകൾ കൈമാറുകയുണ്ടായി. ഇതിന്റെയൊക്കെ ഫലമായിട്ട് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിലുണ്ടായ റാലിയുടെ ഒരു പ്രതിഫലനമായിരുന്നു ഇന്നത്തെ ഓപ്പണിംഗ് സെക്ഷനിൽ നമ്മുടെ മാർക്കറ്റിലും ദൃശ്യമായിരുന്നത്. എന്നാൽ നമ്മുടെ മാർക്കറ്റിന് അത് ഹോൾഡ് ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. അതുപോലെ തന്നെ പുതിയൊരു ന്യൂസ് വരുന്നുണ്ട്. IRDA ബോൺസിന് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ടാക്സ് സേവിംഗ് സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഗ്രീൻ എനർജി ഇൻവെസ്റ്റ്മെന്റിനെ ബൂസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്.
ഇന്ന് ഡിഫൻസ് സ്റ്റോക്കുകളിലൊക്കെ 5% ഇടിവ് അനുഭവപ്പെടുകയുണ്ടായി. കഴിഞ്ഞ 3 മാസത്തിലേറെയായി പഹൽഗാം അറ്റാക്ക് തുടങ്ങിയത് മുതൽ ഇന്ത്യയുടെ ഡിഫൻസ് സെക്ടറിൽ ഏകദേശം 80% റാലി കണ്ടു. സോ ഇപ്പോൾ ലോക്കലിയും ഗ്ലോബലിയും ഒക്കെ പൊളിറ്റിക്കൽ ടെൻഷൻസിന് ഒരയവ് വന്നതോട് കൂടിയിട്ട് ഡിഫൻസ് സ്റ്റോക്കുകളിൽ ഇടിവ് ആരംഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് കടക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഓല ഇലക്ട്രിക് ഇന്ന് സ്റ്റോക്കിൽ 1.29 മില്യൺ ഷെയറുകളുടെ ബ്ലോക്ക് ഡീൽ ഉണ്ടായിരുന്നു. തൽഫലമായിട്ട് 1.2% ഇടിവ് സ്റ്റോക്കിൽ രേഖപ്പെടുത്തിയതിനെ തുടർന്ന് സ്റ്റോക്ക് ഇന്ന് റെക്കോർഡ് ഓൾ ടൈം ലോയിൽ ടച്ച് ചെയ്യുകയുണ്ടായി. SBI അടുത്ത ആഴ്ചയോട് കൂടിയിട്ട് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് വഴി ബാങ്ക് 25,000 കോടി രൂപ ഫണ്ട് റേസ് ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ട്രാക്സൺ ടെക്നോളജീസ് കമ്പനി സ്റ്റോക്കില് 21% പ്രീമിയത്തോട് കൂടിയിട്ട് ബൈബാക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലത്തെ പ്രൈസിൽ നിന്നും 21% പ്രീമിയത്തിന്റെ ഇൻക്രീസോട് കൂടിയിട്ടാണ് കമ്പനി ബൈബാക്ക് നടത്തുന്നത്. ഇന്നലെ സ്റ്റോക്കിന്റെ പ്രൈസ് 58.04 രൂപ പെർ ഷെയർ ആയിരുന്നു. 70 രൂപ പെർ ഷെയറിനാണ് കമ്പനി ബൈബാക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അശോക് ലൈലാൻഡ് ബോണസ് ഇഷ്യൂ 1:1 എന്ന റേഷ്യോയിൽ നൽകുവാൻ ബോർഡ് അപ്രൂവൽ നൽകുകയുണ്ടായി. അതായത് കമ്പനിയുടെ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡർക്ക് ഒരു സ്റ്റോക്ക് ബോണസ് ആയിട്ട് ലഭിക്കും. ജൂലൈ 16 റെക്കോർഡ് ഡേറ്റ് ആയിട്ട് കണക്കാക്കുക. എൻവിറോ ഇൻഫ്ര കമ്പനി അൾട്രാ പ്രോ ഇൻഫ്രാസ്ട്രക്ചറുമായി ജോയിന്റ് വെഞ്ചറിൽ ഏർപ്പെട്ടുകൊണ്ട് 395 കോടി രൂപയുടെ പൊല്യൂഷൻ കൺട്രോൾ പ്രോജക്ട് മഹാരാഷ്ട്ര ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ലഭിച്ചു എന്നുള്ള വാർത്തകൾ. HCL ടെക്നോളജീസ് ന്യൂസിലാൻഡിലെ ഡ്യൂണ്ടിൻ സിറ്റി കൗൺസിലുമായിട്ട് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ട്. കൗൺസിലിന്റെ IT സർവീസ് ആധുനികവൽക്കരിക്കുവാനും മാനേജ് ചെയ്യുവാനും വേണ്ടിയുള്ള സർവീസിനു വേണ്ടി. അംബുജ സിമെന്റ്സ് ACC ജാർഖണ്ഡില് 1.5 മെട്രിക് ടൺ പെർ ആനം ഗ്രൈൻഡിംഗ് യൂണിറ്റിന് കമ്മീഷൻ ചെയ്തതായിട്ടുള്ള വാർത്തകൾ. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.